ഒമാനിലുടനീളം മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ വർക്ക് ഫ്രം ഹോം പ്രഖ്യാപിച്ച തൊഴിൽ മന്ത്രാലയം വ്യാഴാഴ്ച വരെ പഠനവും ഓൺലൈനിലേക്ക് മാറ്റി. ദോഫാർ, അൽവുസ്ത ഗവർണറേറ്റുകൾ ഒഴികെ മറ്റെല്ലാ ഗവർണറേറ്റുകളിലും ഈ തീരുമാനം ബാധകമായിരിക്കും. ബർക്കയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ തൃത്താല സ്വദേശി റംലയുടെ മൃതദേഹം കണ്ടെത്തി. രാവിലെ മുതൽ ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് UAEയുടെ എല്ലാ എമിറേറ്റുകളിലും തിമിർത്തു പെയ്യുന്നത്. അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, റാസൽ ഖൈമ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ എന്നീ എമിറേറ്റുകളിലെല്ലാം തോരാമഴയിൽ റോഡുകൾ വെള്ളത്തിലായി. മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മിക്ക എമിറേറ്റുകളും പൊതുപാർക്കുകൾ അടച്ചു. അബുദാബിയിൽ ബീച്ചുകളും അടച്ചു. വാഹന ഉടമകൾക്ക് സുരക്ഷിതമായി വണ്ടികൾ നിർത്തിയിടാൻ ഷാർജ എമിറേറ്റിൽ ഇന്ന് പാർക്കിംഗ് സൗജന്യമാക്കി. ഷാർജയിൽ ഈ മാസം 27 വരെ സർക്കാർ ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം അനുവദിച്ചു. റാസൽ ഖൈമ പൊതുഗതാഗത സേവനങ്ങൾ നിർത്തിവെച്ചു. അലൈൻ, ഫുജൈറ, ഹൊർഫുഖാൻ തുടങ്ങി കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിലും UAEയിൽ കനത്ത മഴ തുടരും. കിഴക്കൻ മേഖലയിലായിരിക്കും മഴ കൂടുതൽ കനക്കുക. വാഹനമോടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഈ മാസം 27 വരെ രാജ്യത്തെ വിവിധയിടങ്ങളിൽ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മീഡിയ 1, ദുബായ്.